നമസ്കാരം. ഈ UDF സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 3 മാസങ്ങളായതേ ഉള്ളൂ. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി പ്രളയം വന്നു. പക്ഷേ ഈ അന്തം കമ്മികൾ പിണറായി വിജയനെ വെളുപ്പിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ ഇവനെയൊക്കെ മുഴുപ്രാന്തന്മാരാണോ എന്ന് തോന്നിപ്പോകും. ആ മനുഷ്യനായിരുന്നു ശരി, ആ മനുഷ്യനെ മലയാളികൾക്ക് മിസ് ചെയ്യുന്നു, ചിരിക്കില്ലായിരിക്കാം പക്ഷേ ചതിക്കില്ല. ഇങ്ങനെയൊക്കെ നീണ്ടുപോകുന്നു കമ്മികളുടെ പിണറായി സ്തുതികൾ. പക്ഷേ ഇതിന് താഴെ വരുന്ന കമൻറ്റുകൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കാത്തതാണ്. ഈ മണ്ടന്മാർ കരുതുന്നത് നമ്മൾ മലയാളികൾ വിജയൻ്റെ കോപ്രായങ്ങളെല്ലാം മറന്നിട്ടുണ്ടാകുമെന്നാണ്. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജദ് കറിയ ഇതേക്കുറിച്ച് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റിനോടൊപ്പം ഒരു ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എത്രയൊക്കെ തലകുത്തി നിന്ന് വെളുപ്പിച്ചെടുത്താലും സാധാരണ മനുഷ്യരോട് മര്യാദയ്ക്ക് പെരുമാറാൻ പോലും അറിയാത്ത ഈ മനുഷ്യമുഖമുള്ള ചോര കുടിക്കുന്ന ഡ്രാക്കുളയെ കേരളം പുറം കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞതാണ്. അതിൽ ഇനി ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മനുഷ്യരോട് പോട്ടെ, ഒരു മൈക്ക് സെറ്റിനോടെങ്കിലും മര്യാദയ്ക്ക് പെരുമാറാൻ അദ്ദേഹത്തിന് ഇന്നും സാധിക്കുമോ? അദ്ദേഹം ഒരു അനന്തു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നതാണ്. അതിൽ കോർട്ടസി കൊടുത്തിട്ടുണ്ട്. അതെ, ആരും മറന്നിട്ടില്ല, പഴയതൊന്നും മറക്കുകയുമില്ല. വിജയനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കും തോറും അയാളുടെ കോമാളിത്തരങ്ങളും ധാർഷ്ട്യവുമൊക്കെ മറന്നു തുടങ്ങിയ ആൾക്കാർ വീണ്ടും അതെല്ലാം ഓർക്കും. പ്രളയമോ തീമഴയോ വെള്ളപ്പൊക്കമോ ഭൂമികുലുക്കമോ എന്തു വന്നാലും മലയാളികൾ ഇനി അതിനെയെല്ലാം അതിജീവിക്കും. കാരണം പിണറായി വിജയൻ്റെ കിരാത ഭരണത്തെ അതിജീവിച്ചവരാണ് മലയാളികൾ. അതുകൊണ്ട് കമ്മികളോട് പറയാനുള്ളത്, കൂടുതൽ വെളുപ്പിക്കാൻ നിൽക്കേണ്ട, ഉള്ള പുറംപൂച്ചു കൂടി പുറത്തു വരും. ഞങ്ങൾക്ക് എന്തായാലും ഇനി വിജയനെ വേണ്ട. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ചില്ലിട്ട് വെച്ചോ, അതാണ് നല്ലത്.